കോടതി ഫീസ് വർധനയിൽ സർക്കാരിന്റെ ന്യായീകരണം. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലാണ് ന്യായീകരണം നൽകിയത്. ഗവേഷണത്തിനും വിശകലനത്തിനും ശേഷമാണ് കോടതി ഫീസ് പരിഷ്കരണം നടത്തിയത്. വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് വർധന. നിയമസഭ പാസാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാകില്ല എന്നും സർക്കാർ ബോധിപ്പിച്ചു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഒരു വിഷയത്തിൽ എന്ത് ന്യായീകരണമാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയത്? നേരത്തെ കോടതി ഫീസ് വർധനവ് ചൂണ്ടിക്കാട്ടി അതിനെതിരെ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഹൈക്കോടതിയിൽ തന്നെ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ എതിർ സത്യാംഗൂലം സമർപ്പിച്ചിരിക്കുന്നത്. ന്യായീകരിച്ചുകൊണ്ട്, അതായത് കോടതി ഫീസ് വർധന അനിവാര്യമാണെന്നുള്ളൊരു ന്യായീകരണമാണ് സത്യാംഗൂലത്തിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഗവേഷണത്തിനും വിശകലനത്തിനും ശേഷം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് കോടതി ഫീസ് പരിഷ്കരിച്ചത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം. വിദഗ്ധ സമിതിയാണ് ഇക്കാര്യത്തിൽ പഠനം നടത്തി ഇത് സംബന്ധിച്ചുള്ള ശുപാർശ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചത്. ഹൈക്കോടതി രജിസ്ട്രി, ബാർ കൗൺസിൽ ഉൾപ്പെടെയുള്ള 125 വിഭാഗങ്ങളുമായിട്ട് സമിതി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ കോടതി ഫീസ് പരിഷ്കരണം അത് ശുപാർശ ചെയ്തത്. 2003 അവസാനമായി ഫീസ് പരിഷ്കരിച്ചതെന്നും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള എതിർ സത്യാംഗൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. 2003 മുതൽ 2023 വരെ സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം 7-ലധികം മടങ്ങാണ് വർദ്ധിച്ചത്. നിയമസഭ പാസാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും പൊതുതാൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാകില്ല എന്നും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പൊതുതാൽപര്യ ഹർജി എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വാദമുയർത്തിയിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതി പോലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു ന്യായീകരണം. എന്തായാലും കോടതികൾക്ക് വരുന്ന ചെലവുകൾക്ക് ആനുപാതികമായിട്ട് ഫീസ് ഈടാക്കേണ്ടത് ഒരു പ്രാധാന്യത്തോടുകൂടി കാണേണ്ട വിഷയമാണെന്നും ഇക്കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണെന്നും ഹൈക്കോടതി സത്യാംഗൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പൊതുതാൽപര്യ ഹർജി വരുന്നുണ്ട്. സർക്കാരിന്റെ സത്യാംഗൂലം അടക്കം ഹൈക്കോടതി കൃത്യമായിട്ട് പരിശോധിക്കും. സുരേഷ്, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.